നമ്മുടെ ഫാമിലി അങ്ങനെ 25K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അതിന് എനിക്ക് ആക്ച്വലി ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ശരിക്കും 3 മാസം കൊണ്ടാണ് നമ്മുടെ ഫാമിലി ഇത്രയും വലുതായത്. പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് എന്നെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു Q&Aക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ക്വസ്റ്റ്യൻസും പിന്നെ എനിക്ക് ജനറലായി വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ചേർത്തിട്ടുള്ള ഒരു Q&A സെഷനാണ് ഇന്ന്. വെൽക്കം ബാക്ക് ടു വീനാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസിനോ വേണ്ടിയിട്ട് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതുപോലെ തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കൺസൾട്ടേഷൻസിനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജനറലി വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഈ കൺസൾട്ടേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടോ എന്നുള്ളതും ഒക്കെയാണ്. നമ്മളുടെ തന്നെ എപ്പോഴും ഒരു ബെറ്റർ വേർഷൻ നമുക്കുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആ ബെറ്റർ വേർഷനിലായിരിക്കില്ല ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചെറിയൊരു ഹെയർ സ്റ്റൈലിൽ ചേഞ്ച് വരുത്തിയാൽ, അല്ലെങ്കിൽ ബോഡി ഡ്രസ്സപ്പ് ചെയ്യുന്നതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കളേഴ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ, അതല്ലെങ്കിൽ സ്കിൻ കെയറിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ, ഡയറ്റിൽ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ, അങ്ങനെ ആക്സസറീസിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ, അങ്ങനെ പല എലമെൻസിനെ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഇമേജിൽ വരുത്തുന്ന ഒരു ചേഞ്ചാണ് ഈ ഇമേജ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. അതിൻ്റെ കൺസൾട്ടേഷൻസ് ആണ് ഞാൻ എടുക്കാറുള്ളത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇമേജ് കൺസൾട്ടേഷനിൽ ഓൾറെഡി ഒരു പേഴ്സണൽ സ്റ്റൈലിംഗ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പേഴ്സണൽ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് നോർമലി പേഴ്സണൽ സ്റ്റൈലിംഗ് എന്ന് പറയുക. ഇമേജ് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓവറോൾ നമുക്ക് എല്ലായ്പ്പോഴും നമ്മളുടെ ബെസ്റ്റ് വേർഷനിൽ ഇരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഇമേജ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൺസൾട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇമേജ് കൺസൾട്ടേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ട്. ഓൺലൈൻ വേണ്ടവർക്ക് ആക്ച്വലി ഓൺലൈൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഇമേജ് കൺസൾട്ടേഷനിൽ ഞാൻ നോർമലി എടുക്കാറുള്ളത് ഡയറ്റ് മുതൽ, ഇപ്പോൾ ഡയറ്റിൽ ഒരു ഡയറ്റ് പ്ലാൻ വേണ്ടവർക്ക് ഡയറ്റ് പ്ലാൻ ഞാൻ കൊടുക്കാറുണ്ട്. ഓൾസോ കളർ കൺസൾട്ടേഷൻ, ഏത് കളേഴ്സൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത് ഡ്രസ്സിങ്ങിൽ എന്നുള്ളതിന് കളർ പാലറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. ഈവൻ എന്തെങ്കിലും റെഫറൻസ് പിക്ചർ ആക്സസറീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈലിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും റെഫറൻസ് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓൾസോ എന്തെങ്കിലും സ്കിൻ കെയറിന് പ്രൊഡക്റ്റ് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ആ സ്കിൻ കെയർ കൺസേണിന് വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഓവറോൾ എല്ലാ കാര്യത്തിനെ പറ്റിയും റെഫറൻസ് ലിങ്ക്സും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലിങ്കും ഒക്കെ തന്നിട്ടാണ് ആ ഒരു കൺസൾട്ടേഷൻ്റെ സെഷൻ നടക്കാറുള്ളത്. ചിലപ്പോൾ ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഡെമോ മേക്കപ്പാണ് വേണ്ടതെങ്കിൽ നമ്മൾ വീഡിയോ കൺസൾട്ടേഷനിലാണെങ്കിൽ പോലും അത് ഇരുന്നിട്ട് എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ മേക്കപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന രീതിയിൽ. അങ്ങനെയും സെഷൻസ് പോവാറുണ്ട്. സോ എത്ര സെഷൻ എടുക്കണം ഒരു ഫുൾ റിസൾട്ട് കിട്ടാനെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റും നിങ്ങളുടെ ചോയ്സുമാണ്. ഇപ്പോൾ ഒരു സെഷൻ മതി, എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ സെഷൻ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതല്ല, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ട്രാക്കിങ്ങും വേണം, ഓൾസോ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തണം, അതിൻ്റെ റിവ്യൂവും വേണം. അങ്ങനെയുണ്ടെങ്കിൽ ആണ് നമ്മൾ പല സെഷൻസായിട്ട് നമ്മൾ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹായ് ചേച്ചി, ഇപ്പോൾ കറൻ്റ്ലി ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ബട്ട് പറയാനൊരു കാര്യമുണ്ട്. അതർ യൂട്യൂബേഴ്സിനെ പോലെ പ്രൊമോഷന് വേണ്ടി പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും ചെയ്യരുത്. ബിക്കോസ് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഓരോന്ന് ട്രൈ ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ചീറ്റ്. ചേച്ചിയോട് ഒരു ഇഷ്ടവും വിശ്വാസവും ഉണ്ട്, അത് ചേഞ്ച് ചെയ്യരുത്. ഇപ്പോൾ ചെയ്യുന്ന പോലെ ജെന്യുവിനായിട്ട് തന്നെ കീപ് ഗോയിങ്. ലോട്ട്സ് ഓഫ് ലവ്. ഞാൻ പ്രമോഷൻസ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പ്രമോഷൻസ് ചെയ്യും. പക്ഷേ എനിക്ക് ഇതിനകം തന്നെ ഒരുപാട് പ്രമോഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പ്രമോഷൻസ് ഞാൻ എടുത്തിട്ടില്ല. അതായത് 99% പ്രമോഷൻസും ഞാൻ എടുത്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ എനിക്ക് വർക്കല്ല എന്ന് തോന്നുന്ന പ്രോഡക്ട്സ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഫുൾ ചെക്ക് ചെയ്യണം. ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പെർഫോമൻസും ഒക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. ഓൾസോ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ, എനിക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാനത് ഈവൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവൂ. പിന്നുള്ളൊരു കാര്യം, പല പല പ്രൊഡക്ട്സ് കാണിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ എന്നും എന്നോട് പറയാറുണ്ട് എല്ലാവരും. അതിനും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒരെണ്ണമായിരിക്കും ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുക. എന്നാലും ഞാനത് പുതിയതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
പക്ഷെ ചില സമയത്ത് എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവില്ല. അറ്റ് ദ സെയിം ടൈം മറ്റ് ചില സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതും ആക്ച്വലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് അതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുന്നുണ്ടാവും. ഞാൻ പറയുന്ന എല്ലാ പ്രൊഡക്റ്റും വാങ്ങണമെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനും അതിൻ്റെ റിവ്യൂസ് പറയാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ചേച്ചി, ലവിങ് യുവർ വീഡിയോസ് റീസെൻ്റ്ലി. ചേച്ചിയുടെ സ്കിൻ കെയർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ്റെ ടൈം ലൈൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ്, വെൻ യു സ്റ്റാർട്ടഡ് ആൻഡ് ചേഞ്ച് കാണാൻ സ്റ്റാർട്ട് ചെയ്തത് എപ്പോൾ മുതലാണെന്നുള്ളത്. ദ വേ യു ഫീൽ നൗ വേഴ്സസ് ദെൻ. ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷൻ പോലെ പറയാമോ? അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിനെ പറ്റിയും സ്കിൻ കെയറിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ് അതിൻ്റെ ടൈം ലൈൻ ശരിക്കും പറയാനാണെങ്കിൽ ബോഡി വെയ്റ്റ് ചേഞ്ച് ആയതിനുള്ള ആ ഒരു ചേഞ്ച് എനിക്ക് ശരിക്കും കണ്ടു തുടങ്ങിയത് ഫസ്റ്റ് മന്ത് കഴിഞ്ഞപ്പോൾ മുതലാണ്. സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഈ ബോഡി വെയ്റ്റ് കുറഞ്ഞിട്ട് അത് മെല്ലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യാത്ത പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് പ്രോഡക്ട്സ് എൻ്റെ സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ മുതൽ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ റെഗുലറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതെനിക്ക് റിസൾട്ട് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ ദിവസവും ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി, എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ഞാനും അത് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ എനിക്കൊരു സ്പെസിഫിക് പോയിന്റ് സ്കിൻ ട്രാൻസ്ഫോർമേഷനിൽ ആക്ച്വലി പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബോഡിയും ഭയങ്കര ടോൺഡ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അത് ആണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാനുള്ള ഒരു കാര്യം. സ്വിച്ച് ഇട്ട പോലെ ശരിക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ വെയിറ്റ് ലോസും അതുപോലെ തന്നെ സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷനും എന്നൊക്കെ പറയുന്നത്. അതിന് അത്യാവശ്യം പേഷ്യൻസ് വേണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അതായത് 100% ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. പുതിയതായിട്ട് ആക്ച്വലി ഇതൊക്കെ തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പേഷ്യൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ആക്ച്വലി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ എല്ലാ ദിവസവും പോയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ എല്ലാ ദിവസവും പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യും. എന്നിട്ടത് കുറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കും. എന്നിട്ട് ഇത്രയും നമ്മൾ ശ്രമിച്ചിട്ടും കുറഞ്ഞില്ല, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ തെറ്റും. അതാണ് ഒന്ന് സംഭവിക്കുക വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു മിറർ എടുത്തിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യും എന്ത് ചേഞ്ചാണ് ഓരോ ദിവസം വന്നേക്കുന്നത് എന്നുള്ളത്. ഒരു മാസമൊക്കെ മാക്സിമം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ, ഒരു ചേഞ്ച് വന്നിട്ടില്ല, അപ്പോൾ ഇതിലൊരു കാര്യമില്ല, ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇതല്ല യൂസ് ചെയ്യേണ്ടത്, നമുക്ക് വേറെ മാറ്റി യൂസ് ചെയ്യാം, അങ്ങനെ വിചാരിക്കും. അതൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യില്ല. ഇതാണ് എല്ലാവർക്കും സംഭവിക്കുക. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ സമയം കൊടുക്കണം, ആ പേഷ്യൻസ് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുന്നതിന് അറ്റ്ലീസ്റ്റ് അത് ഭയങ്കര റെഗുലറായിട്ടൊരു 3 മാസമെങ്കിലും ചെയ്യണം. അപ്പോൾ ആ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അറ്റ്ലീസ്റ്റ് ആ ഒരു 3 months എങ്കിലും ഞാൻ ആ സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് ചിലപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ നമ്മളുടെ ബോഡി ടൈപ്പും സ്കിൻ ടൈപ്പും അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും റിസൾട്ട്, ചിലപ്പോൾ സ്ലോ ആയിരിക്കും റിസൾട്ട്. ബട്ട് റിസൾട്ട് 100% ഷുവറാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, ഫേസ് ഷേപ്പ് ആകാൻ എന്താ ചെയ്തത്, മീൻസ് ഡബിൾ ചിൻ, നോസ് ഒക്കെ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പഴയ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും വന്നിട്ടുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഫേസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് മാറിയെന്നുള്ളത്. അപ്പോൾ അതിനും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ബോഡിയിൽ ഏറ്റവും ആദ്യം ചേഞ്ച് വരുന്ന വെയിറ്റ് ലോസിൻ്റെ സമയത്താണെങ്കിലും ഏറ്റവും ആദ്യം ചേഞ്ച് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് തന്നെയാണ്. പലർക്കും ആക്ച്വലി എനിക്കറിയാം, വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു കൺസേൺ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആകെ ക്ഷീണിച്ചതുപോലെ തോന്നുന്നു, അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചതായിട്ട് പറയുന്നു, ഫേസൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനത് നിർത്തിയാലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഫേസിൽ എപ്പോഴും റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണിച്ച പോലെ ഒന്ന് തടി കുറഞ്ഞതുപോലെ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് പാടായിരിക്കും. ഈവൻ നമുക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫേസ് പോലെ അല്ല, അത്ര പ്ലംഡ് അല്ല, അത്ര ഹെൽത്തി അല്ല നമുക്കും തോന്നും. പക്ഷെ അതൊരു ജസ്റ്റ് ഒരു ഫേസ് മാത്രമാണ്, അതായത് ആ ഒരു പീരീഡ് മാത്രമാണ്. ഇത്
റെഗുലറായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഫേസിനെ കണ്ട് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവും. ഓൾസോ പുതിയ ആൾക്കാരെ നമ്മളെ കാണുമ്പോഴായിരിക്കും കറക്റ്റ് അവർക്കായിരിക്കും ജഡ്ജ്മെൻറ്റ് കിട്ടുക, നമ്മൾ ശരിക്കും നന്നായിട്ടാണോ ഇരിക്കുന്നത് അതോ ക്ഷീണിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഷേപ്പ് ആവുക ഫേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആക്ച്വലി ഡബിൾ ചിൻ മാറിയതും നോസ് ഷേപ്പ് ആയതും ഒക്കെ, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് പലരും ചോദിക്കുന്നത്, ഈവൻ കൺസൾട്ടേഷൻ്റെ ടൈമിലും ചോദിക്കുന്നത്, ഒരു ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്ത് തരാമോ, ഏത് ഷെയ്ഡാണ് വാങ്ങേണ്ടതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ്, കൺസീലറിൻ്റെയും ഷെയ്ഡ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഫൗണ്ടേഷൻ്റെയും കൺസീലറിൻ്റെയും ഷെയ്ഡ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബ്രാൻഡിൻ്റെയും ഷെയ്ഡിലും അല്ലെങ്കിൽ അതിലെ അണ്ടർടോണിലും ഡിഫറൻസ് ഉണ്ടാവും. ചെറിയ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. പിങ്ക് അണ്ടർടോൺ അല്ലെങ്കിൽ ന്യൂട്രൽ അണ്ടർടോൺ, വാം അണ്ടർടോൺ, അത് നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഈവൻ ഇപ്പോൾ എന്നോട് കൺസൾട്ടേഷൻ ഓൺലൈനിൽ വരുന്നവരുടെ അടുത്ത് പോലും ഞാൻ പറയാറുണ്ട്, അതങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓൺലൈനിൽ അങ്ങനെ കൺസൾട്ടേഷൻ നോക്കിയിട്ട് ഓക്കെ നിങ്ങൾ ഈ ഷെയ്ഡ് വാങ്ങും എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മൾ സ്റ്റോറിൽ പോയിട്ട് സ്വാച്ച് ചെയ്തിട്ട് നോക്കുക, അതല്ലെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കുക. ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഫൗണ്ടേഷൻസും കൺസീലറും, ഫൗണ്ടേഷൻ ഓക്സിഡൈസ്ഡ് ആവും. എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി അവിടുന്ന്, അതായത് ഈ സ്റ്റോറിൽ നിന്ന് ഇടുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ബിക്കോസ് അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവിടെ വാം ലൈറ്റ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈ വാം ലൈറ്റിൽ നമ്മൾ ഏത് ഫൗണ്ടേഷൻ ഇട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളുടെ ഡേ ലൈറ്റിൽ അല്ലെങ്കിൽ സാധാരണ ലൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മളെന്തോ മേക്കപ്പ് ഇട്ട പോലെ, എന്തോ മുഖത്ത് തേച്ച് വെച്ചതുപോലെയൊക്കെ ഇരിക്കുന്നത്, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ വാം ലൈറ്റിൽ നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം ഓക്സിഡൈസ്ഡ് ആവുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ചെയ്യാനുള്ളൊരു കാര്യം, സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫേസിലാണെങ്കിലും അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു കൂൾ ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഡേ ലൈറ്റിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് മിററോ എന്തെങ്കിലും, ഹാൻഡ് മിററോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നോർമലി എനിക്ക് തോന്നുന്നു വാഷ്റൂംസിലൊക്കെ, മോളിലൊക്കെ ആണെങ്കിൽ വാഷ്റൂംസിലൊക്കെ കൂൾ ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. അത് ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ടോ നോക്കുക. ഓക്സിഡൈസ്ഡ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ആ ഷെയ്ഡ് തന്നെ വാങ്ങാം. അതല്ല, ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ വാങ്ങാം. ഇതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലാതെ ഫൗണ്ടേഷൻ നമ്മൾ ഓൺലൈനിൽ ചൂസ് ചെയ്യരുത്. നമ്മളുടെ പൈസ പോവുകയാണ് ചെയ്യുക, നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് കിട്ടില്ല. നമ്മൾ എന്താ പറയുക, ഒന്നുകിൽ നമ്മൾ ഫൗണ്ടേഷൻ നമുക്ക് ചേരില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തും, അതല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കറക്റ്റ് നമ്മുടെ പൈസ പോയി എന്നൊരു കൺക്ലൂഷനിലെത്തും. ഇതാണ് മിക്കപ്പോഴും എല്ലാവർക്കും സംഭവിക്കുക. അപ്പോൾ അത് വരാതിരിക്കാൻ സ്റ്റോറിൽ പോയിട്ട് തന്നെ ഇത് രണ്ടും ചൂസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തരാനുള്ളത്, അപ്പോൾ ഒരു ഫൗണ്ടേഷൻ എങ്കിലും, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയ്ഡെങ്കിലും ഏതെങ്കിലും ബ്രാൻഡിൻ്റെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മറ്റൊരു ബ്രാൻഡിൻ്റെ മറ്റൊരു ഷെയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് ആക്ച്വലി ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം. അത് വേണ്ടവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് അപ്പം നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ഷെയ്ഡും ബ്രാൻഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഏതൊക്കെ ഷെയ്ഡ്സ് ആണ്, ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്, നിങ്ങളുടെ ഷെയ്ഡ് ഏതാണെന്നുള്ളത് അതിൽ കാണിക്കും. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ, ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പേ ഏത് ഫീൽഡായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി എൻ്റെ സബ്ജക്റ്റ് ജോഗ്രഫി ആയിരുന്നു. ആൻഡ് ഞാൻ അതിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു റിസർച്ച് സ്കോളറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഞാൻ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ അഗ്രികൾച്ചർ അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനൊരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നൊരാളാണ്. പക്ഷെ നമ്മളുടെ ഒരു പാഷൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ PhD തന്നെ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് മാറിയത്. പിന്നെ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം യെസ്, അതെ ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം. പിന്നെ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഷേപ്പിന് ചേരുന്ന രീതിയിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതും ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഞാനത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാം. പിന്നെ ചില സ്കിൻ കെയർ പേഴ്സണലി ഉള്ള കൺസേൺസ് ആണ് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനെ പറ്റി ആക്ച്വലി എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നും ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ല. രണ്ടാമത്തെ കാര്യം,
നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് എന്താണെന്നറിയാതെ എനിക്ക് ഒന്നും എന്തായിരിക്കും പ്രോബ്ലം എന്നോ അങ്ങനെ ഒന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെയാണ് ഞാൻ നോർമലി കൺസൾട്ടേഷൻ എടുക്കണം എന്ന് പറയുക. അപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാവുക. സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് കാരണം ഉണ്ടായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെഡിസിൻ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാനുണ്ട്. അതായത് സ്ട്രെസ്സ് കാരണം ഉണ്ടായതാണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റാൻഡമായിട്ട് അങ്ങനെ ഭയങ്കര പേഴ്സണൽ സ്കിൻ കെയറിനെ പറ്റി എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പേഴ്സണലി ഗ്രൂമിങ്ങിനെ പറ്റിയും പേഴ്സണലി ഈ പറഞ്ഞ പോലെ സ്കിൻ കെയറിനെ പറ്റിയും അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.